നെക്സ്റ്റ് വരുന്നത് സെക്കൻഡറി ഡേറ്റയാണ്. അപ്പോൾ ഒരു റിസർച്ചിന് പ്രൈമറി ഡേറ്റ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്കൻഡറി ഡേറ്റയും. അപ്പോൾ സെക്കൻഡറി ഡേറ്റ അത് ആക്ച്വലി നമുക്ക് ലോ കോസ്റ്റിൽ കളക്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഡേറ്റയാണ്. ബാക്കിയുള്ള ആൾക്കാർ ഉപയോഗിച്ച ഡേറ്റയാണ്, അവർക്കുടെ സ്റ്റഡിയിലേക്ക് അവർ യൂസ് ചെയ്യുന്ന ഡേറ്റയാണ്. സോ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു കളക്ട് ഇറ്റ്. ഇപ്പോൾ റിലയബിൾ ആയിട്ടുള്ള റിസോഴ്സസിൽ നിന്ന് മാത്രമേ നമുക്ക് സെക്കൻഡറി ഡാറ്റ എടുക്കാൻ പറ്റുള്ളൂ. ആ റിസോഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കുക. സോഴ്സ് ആർ യു ചൂസിങ് ദ സെക്കൻഡറി ഡേറ്റ എന്നുള്ളത് വലിയൊരു ഘടകമാണ്. റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നല്ല നമ്മൾ സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പോൾ ഗവൺമെൻറ്, ബിസിനസ് ഓർഗനൈസേഷൻ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റ് ഓർഗനൈസേഷൻസ്, NGOs, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഡേറ്റ ഇപ്പോൾ അവർ ഇൻഫർമേഷൻ ഇലക്ട്രോണിക് ഡേറ്റാബേസുകളിൽ സൂക്ഷിക്കുകയും ആക്സസ് ചെയ്യും, അനലൈസ് ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോജക്റ്റ് നമ്മൾ ശോധഗംഗ ഒക്കെ പോലെ, ഇൻഫ്ലിപ്പ് നെറ്റ് ഒക്കെ പോലെ ലൈബ്രറി നെറ്റ്വർക്കുകളും അതുപോലെ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒത്തിരി ഡേറ്റാബേസുകളും ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ സെൻസസ് ഡാറ്റ ഉണ്ടാവും, ക്രൈം റെക്കോർഡ് ഉണ്ടാവും, ഇക്കണോമിക് ഡാറ്റ ഉണ്ടാവും, കൺസ്യൂമർ ഡേറ്റ ഉണ്ടാവും, മാർക്കറ്റ് ഡേറ്റ ഉണ്ടാവും. അങ്ങനെ ഒത്തിരി ഡേറ്റാസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ അത് പ്രോബ്ലം ഈസ് നമുക്ക് ആക്ച്വലി ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ഡേറ്റ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ചോദിച്ചാൽ നമ്മൾ ആദ്യം പോയിട്ട് ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് മില്യൺസ് ഓഫ് റിസ്പോൺസസും സൈറ്റ്സും വരികയാണ്. അതിൽ നിന്ന് നമ്മളാണ് ചൂസ് ചെയ്യുന്നത് ഏത് വേണമെന്ന്. നമ്മളെങ്ങനെ ചൂസ് ചെയ്യണത്? ചിലപ്പോൾ ആദ്യം വരുന്നതിൽ നിന്ന് വെച്ചിട്ടാവും നമ്മൾ ചൂസ് ചെയ്യുക, അല്ലേ? അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഡേറ്റയ്ക്കൊരു പഞ്ഞല്ലെങ്കിലും പണ്ടിപ്പോൾ ലൈബ്രറിയിലൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ റിസർച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിലൊക്കെ പോയിട്ട് എഴുതിയെടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇന്നിപ്പോൾ വീട്ടിൽ കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ടോ നമ്മുടെ സ്ഥലത്തുള്ള ലൈബ്രറിയിൽ ഇരുന്നിട്ട് വേണമെങ്കിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിലെ മെറ്റീരിയൽ നമുക്ക് വായിക്കാം. അത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ഡേറ്റ റിലയബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു പ്രശ്നമാണ്. അതാണ് സെക്കൻഡറി ഡേറ്റയ്ക്കുള്ളൊരു പരിമിതി. പക്ഷെ എന്നാൽ റിസർച്ചിന് സെക്കൻഡറി ഡേറ്റ ആവശ്യമാണ് താനും. സോ ഇമ്പോർട്ടൻസ് ഇസ് നോട്ട് അബൌട്ട് ദ സെക്കൻഡറി ഡാറ്റ, ബട്ട് ഇറ്റ് ഇസ് അബൌട്ട് ദ സോഴ്സ് ഫ്രം വെയർ വി ആർ കളക്ടിങ് ദ സെക്കൻഡറി ഡേറ്റ. നെക്സ്റ്റ് ഈ സെക്കൻഡറി സോഴ്സ് ഡാറ്റയുടെ സോഴ്സുകളാണ്. പൊതുവെ ഇറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു 2: പബ്ലിഷ്ഡ് സോഴ്സസ് ആൻഡ് അൺപബ്ലിഷ്ഡ് സോഴ്സസ്. പബ്ലിഷ്ഡ് സോഴ്സസ് തന്നെ ഗവൺമെൻറ് പബ്ലിക്കേഷൻസ്, സെമി ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ്, കമ്മിറ്റി ആൻഡ് കമ്മീഷൻസ്, പ്രൈവറ്റ് പബ്ലിക്കേഷൻസ്, ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻസ്, അങ്ങനെ 5 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് പബ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം, മന്ത്ലി സ്റ്റാറ്റിസ്റ്റിക്കൽ അബ്സ്ട്രാക്റ്റുകൾ ഇറക്കുന്നുണ്ട് ഗവൺമെൻറ്, നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ്, ഇക്കണോമിക് സർവേ, നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് ഇക്കണോമിക് റിസർച്ചിൻ്റെ റിപ്പോർട്ടുകൾ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ റിപ്പോർട്ടുകൾ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ റിപ്പോർട്ടുകൾ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ടുകൾ, ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ റിപ്പോർട്ടുകൾ, എസ്റ്റിമേറ്റ്സ് ഓഫ് നാഷണൽ പ്രൊഡക്റ്റ് സേവിങ് ആൻഡ് ക്യാപിറ്റൽ ഫോർമേഷൻ ഡോക്യുമെൻ്റ്. അങ്ങനെ ഗവൺമെൻറ്റിൻ്റേതാണ് വളരെ റിലയബിൾ ആയിട്ടുള്ള സെക്കൻഡറി ഡേറ്റ സോഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ പൊതുവിൽ പറഞ്ഞാലും ഗവൺമെൻറ് റിപ്പോർട്ട്സിനെ നമുക്ക് പൊതുവിൽ 4 ഡിവൈഡ് ചെയ്യാം. സെൻസസ് റിപ്പോർട്ട്, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്യുന്ന സെൻസസ് റിപ്പോർട്ട്, പ്ലാനിംഗ് കമ്മീഷൻ പബ്ലിഷ് ചെയ്യുന്ന ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റിംഗ് ടു ഇന്ത്യൻ ഇക്കോണമി, അതുപോലെ നാഷണൽ സാമ്പിൾ സർവേ. ഇതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ നോക്കുകയും ഒത്തിരി റിസർച്ചുകൾ പിന്നീട് അങ്ങോട്ടേക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ അതർ യൂസ്ഫുൾ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ റിപ്പോർട്ടും വരുന്നുണ്ട്. അതിന് പുറമെ കറൻസി ആൻഡ് ഫിനാൻസ് റിപ്പോർട്ട് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അവരിറക്കുന്ന ബുള്ളറ്റുകൾ, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പേഴ്സ്, അതുപോലെ ഒത്തിരി റിപ്പോർട്ട്സുകൾ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഗവൺമെൻറ് പബ്ലിക്കേഷൻസ് വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് ഗവൺമെൻറ് പബ്ലിക്കേഷൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റിലയബിൾ സോഴ്സ് ഓഫ് സെക്കൻഡറി ഡേറ്റ എന്ന് വിശ്വസിക്കപ്പെടുന്നത്.
രണ്ടാമത് സെമി ഒഫീഷ്യൽ പബ്ലിക്കേഷനാണ്. കോർപ്പറേഷൻ്റെയും ഡിസ്ട്രിക്ട് ബോർഡിൻ്റെയും പഞ്ചായത്തിനൊക്കെ പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ. പിന്നെ ചില കമ്മീഷൻ, നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നുണ്ടാവും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി റിലേറ്റഡ് ആയിട്ട് കസ്തൂരി രംഗൻ്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഈ കാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴൊക്കെ അല്ലേ, അതൊക്കെ ഓരോ കമ്മീഷനൊക്കെ നിയമിച്ച് അവരന്വേഷിച്ച് കണ്ടെത്തിയ റിപ്പോർട്ടുകളാണ്. അപ്പോൾ അതാണ് വേറൊരു ഡേറ്റ സോഴ്സ് എന്ന് പറയുന്നത്. ഫൈനലി പ്രൈവറ്റ് പബ്ലിക്കേഷൻസ്, ഈ ടൈംസ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, ഇക്കണോമിസ്റ്റ്, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി, ഇന്ത്യൻ ജേർണൽ ഓഫ് കൊമേഴ്സ്, ജേർണൽ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് ബിസിനസ്, അങ്ങനെയുള്ള ചില ജേർണലുകൾ, അതൊക്കെ. പിന്നെ യൂണിവേഴ്സിറ്റികളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ജേർണൽസ്, അവരുടെയൊക്കെ മാഗസീൻസ്, ഇതൊക്കെ സാമാന്യം നല്ല രീതിയിലുള്ള പ്രൈവറ്റ് പബ്ലിക്കേഷൻസ് ആണ്. ഇതിന് പുറമേ ഉള്ളതാണ് ഇൻ്റർനാഷണൽ പബ്ലിക്കേഷൻ. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ, വേൾഡ് ബാങ്കിൻ്റെ, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഒക്കെ റിപ്പോർട്ടുകൾ. ഇതൊക്കെയാണ് നമ്മൾക്ക് താരതമ്യേന വിശ്വസിച്ച് ആശ്രയിക്കാവുന്ന പബ്ലിഷ്ഡ് സോഴ്സസ് ഓഫ്. ഇനി നെക്സ്റ്റ് വരുന്നത് അൺപബ്ലിഷ്ഡ് സോഴ്സസ് ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ റിസർച്ചുകളുടെയും ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ പബ്ലിഷ് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ചില റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രേഡ് അസോസിയേഷൻസ്, യൂണിവേഴ്സിറ്റീസ്, റിസർച്ച് സ്കോളേഴ്സ്, പ്രൈവറ്റ് ഫേമുകൾ, ബിസിനസ് ഓർഗനൈസേഷൻ ഒക്കെ അവരുടേതായിട്ടുള്ള റിസർച്ച് ആവശ്യങ്ങൾക്ക് ഡേറ്റ കളക്ട് ചെയ്യും. അവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനുശേഷം അവരുടെ റെക്കോർഡ് റൂമിൽ കീപ്പ് ചെയ്യും. അതൊരു പബ്ലിക്ലി എല്ലാവർക്കും അവൈലബിൾ ആകുന്ന ഒരു ഡൊമൈനിൽ പബ്ലിഷ് ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ഡേറ്റയിലേക്ക് ആക്സസിബിലിറ്റി ഉണ്ടെങ്കിൽ അത്തരം ഡേറ്റ ആക്സസ് ചെയ്താൽ അതും ഒരു നല്ല സോഴ്സാണ്. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു പബ്ലിഷ്ഡ് സോഴ്സിനോളം റിലയബിലിറ്റി ഒരിക്കലും അൺപബ്ലിഷ്ഡ് സോഴ്സ് വരില്ല. കാരണം എന്തുകൊണ്ട് അത് അൺപബ്ലിഷ്ഡ് ആയി? പബ്ലിഷ് ചെയ്യാൻ മാത്രം ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ? പബ്ലിഷ് ചെയ്താൽ കോൺട്രവേഴ്സറി ആകുന്നുള്ളത് കൊണ്ടാണോ? അതല്ല പബ്ലിഷ് ചെയ്യാൻ വകുപ്പില്ലാഞ്ഞിട്ടാണോ? ഇതൊക്കെ ഒരു വലിയ ഘടകമാണ് അല്ലേ. അപ്പം അതുകൊണ്ട് പൊതുവേ പബ്ലിഷ്ഡ് സോഴ്സസിനെക്കാട്ടിലും അൺപബ്ലിഷ്ഡ് സോഴ്സുകൾക്ക് വിശ്വസനീയത കുറവാണ്. പക്ഷെ എന്നിരുന്നാലും കൃത്രിമമായ രീതിയിൽ കെട്ടിച്ചമച്ച് ഇറക്കുന്ന പബ്ലിഷ്ഡ് സോഴ്സസിനെക്കാട്ടിലും ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം അൺപബ്ലിഷ്ഡ് സോഴ്സിന്. അത് നമ്മുടെ ഒരു കോമൺ സെൻസ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി പബ്ലിഷ്ഡ് ആയാലും അൺപബ്ലിഷ്ഡ് ആയാലും ഇപ്പം എല്ലാം ഇലക്ട്രോണിക് ഫോംസിലാണ്. അപ്പം നമ്മൾ ഗൂഗിളിൽ, യാഹൂ ഒക്കെയുള്ള സെർച്ച് എഞ്ചിനുകളിൽ നിന്ന് യൂസ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ജേർണൽസ്, ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വെദർ ഇറ്റ് ബി പബ്ലിഷ്ഡ് ഓർ അൺപബ്ലിഷ്ഡ്, യു ഗെറ്റ് ഇറ്റ് ഇൻ ഇലക്ട്രോണിക് ഫോം നവഡേയ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇന്നത്തെ ഒരു സവിശേഷത. അപ്പോൾ ഈ ഒരു മോഡ്യൂളിൻ്റെ ഒരു പോർഷനാണ് നമ്മളിവിടെ തീർന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ആകെ പഠിച്ചിട്ടുള്ളത് ഡേറ്റ കളക്ഷൻ മെത്തേഡാണ്. അത് പ്രൈമറി, സെക്കൻഡറി. പ്രൈമറീനെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് തന്നെ സർവേ, ഒബ്സർവേ, എക്സ്പെരിമെൻ്റൽ, സർവേ, ഇൻ്റർവ്യൂ ആൻഡ് ക്വസ്റ്റ്യനെയർ, ക്വാളിറ്റേറ്റീവ്, ഫോക്കസ് ഗ്രൂപ്പ്, ഡെപ്ത് ഇൻ്റർവ്യൂ, പ്രൊജക്റ്റീവ് ടെക്നിക്സ്. അതിൽ നമ്മൾ എക്സ്പെരിമെൻ്റലും ഫോക്കസ് ഗ്രൂപ്പും മുമ്പ് നേരത്തെ പഠിച്ചതുകൊണ്ട് ഈ മോഡ്യൂളിൽ വിശദമായും നോക്കിയില്ല. പിന്നെ സെക്കൻഡറി ഡേറ്റ, അത് പബ്ലിഷ്ഡ്, അൺപബ്ലിഷ്ഡ്. സോ ഒരു തേർഡ് മോഡ്യൂളിൻ്റെ ഒരു ഡേറ്റ കളക്ഷൻ എന്നുള്ള പോർഷൻ ഇവിടെ തീരുകയാണ്.